നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകർ വളരെ വേദനയോടെ കേട്ട ഒരു വിവാഹമോചന വാർത്ത തന്നെയായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 17 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർപിരിഞ്ഞത്. ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും. വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുക്കുകയും ചെയ്തു. ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു. ശേഷമാണ് കാവ്യമാധവൻ ദിലീപിന്റെ രണ്ടാം ഭാര്യയായി വരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് മഞ്ജുവും ദിലീപും തമ്മിൽ വേർപിരിഞ്ഞതെന്ന് ഇരുവരും ഇതുവരെ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു കാലത്ത് അത്രയേറെ സ്നേഹിച്ച രണ്ടുപേർ വേർപിരിഞ്ഞപ്പോഴും ആ രഹസ്യം ഞങ്ങളിൽ തന്നെ ഒതുങ്ങട്ടെ എന്നാണ് ഇരുവരും പറഞ്ഞതും. ഇന്നും ഇരുവർക്കും അവരുടെ കുടുംബത്തിന് മാത്രമാണ് ആ രഹസ്യം അറിയുന്നതും. കുറച്ച് സിനിമകൾ മാത്രമാണ് മഞ്ജു വാര്യർ തുടക്ക സമയത്ത് ചെയ്തതെങ്കിലും നല്ല പ്രതിഫലം തന്നെ മഞ്ജു നേടിയിരുന്നു. കേരളത്തിന് ഇന്ത്യക്കും അകത്തും പുറത്തുമായി നിരവധി ഷോകളും മഞ്ജു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നു. അത്രത്തോളം സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന ആളുകൂടിയാണ് മഞ്ജു വാര്യർ. എന്നാൽ വിവാഹമോചന സമയത്താണ് ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറച്ചുകൂടി ചർച്ചകൾ നടക്കുന്നത്. പുള്ളിലെ വീട്ടിലേക്ക് വരുമ്പോൾ മഞ്ജു എല്ലാം വിട്ടുകൊടുത്തിട്ടാണ് വന്നതെന്നായിരുന്നു സംസാരം. ഇതൊക്കെ പലവട്ടം ചർച്ചയായ കാര്യങ്ങളുമാണ്. എന്നാൽ ഏക മകൾ മീനാക്ഷി ദിലീപ് അച്ഛൻ്റെ ഒപ്പം ആയതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ സമ്പാദ്യം എല്ലാം സഹോദരൻ മധു വാര്യരുടെ മകൾക്കാകുമെന്ന ചർച്ചകൾ വരെയുണ്ടായി ഈ അടുത്ത കാലത്ത്. എന്നാൽ മഞ്ജുവിന് അങ്ങനെ മകളെ വിട്ടുകളയാനാകുമോ? സമ്പാദ്യം എല്ലാം മീനൂട്ടിക്ക് തന്നെ എന്നാണ് ഇപ്പോഴും ആരാധകരുടെ സംസാരം. അതേസമയം മഞ്ജുവിൻ്റെ തമിഴ് സിനിമ റിലീസിനൊരുങ്ങുകയാണ്. താരത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ആദ്യ തമിഴ് ചിത്രം അസുരനായിരുന്നു. തമിഴിൽ തുടക്കക്കാരി എന്ന നിലയിൽ വലിയ പ്രതിഫലം കിട്ടിയില്ലെങ്കിലും പിന്നീട് ലക്ഷങ്ങൾ ആയിരുന്നില്ല, കോടികളാണ് മഞ്ജു ഓരോ പടത്തിനും ഈടാക്കിയതെന്നാണ് സംസാരം. 90 ലക്ഷം മുതൽ 1 കോടി വരെ മഞ്ജു വാര്യർ തുനുവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നേടിയെന്നാണ് കോളിവുഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മഞ്ജുവിന്റെ പുത്തൻ ചിത്രം വേട്ടയ്യൻ റിലീസിനൊരുങ്ങുമ്പോൾ താരത്തിന്റെ മൂല്യം ഉയർന്നതിനെക്കുറിച്ചും ഇപ്പോൾ ആരാധകർ വിവിധ മൂവി ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്നുണ്ട്. 160 കോടി ഏകദേശം 19 ദശലക്ഷം US$ ബജറ്റിലാണ് വേട്ടയ്യൻ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന മലയാളികൾ വിശേഷിപ്പിക്കുന്ന മഞ്ജുവിന് എന്തായാലും കോടികളാകും പ്രതിഫലമെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 200 കോടിക്ക് മുകളിലാണ് മഞ്ജു വാര്യരുടെ ആസ്തിയെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചേച്ചി ഷോർട്സ് എൻ്റെ You are watching. You are watching. You're watching me. And you're watching. You are watching. You are watching. You're watching me. And you're watching me On metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. subscribe now. Thank you.